നമസ്കാരം. എല്ലാവർക്കും A2R Learning സൊല്യൂഷൻസിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പലതരത്തിലുള്ള അസ്ഥികളെ കുറിച്ചായിരുന്നു അല്ലേ? ഇന്നത്തെ വീഡിയോ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പലതരത്തിലുള്ള സന്ധികളെ കുറിച്ചാണ്. അപ്പോൾ നമുക്ക് നേരിട്ട് വീഡിയോയിലേക്ക് കടക്കാം. നമ്മൾ പറഞ്ഞു നമ്മുടെ ശരീരത്തെ പല ചലനങ്ങൾക്ക് സാധ്യമാക്കുന്നത്. ഇത്തരത്തിൽ പല ചലനങ്ങൾക്ക് നമ്മുടെ ശരീരത്തെ സാധ്യമാക്കുന്നത് അസ്ഥികളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന സന്ധികളാണ് അഥവാ ജോയിന്റുകൾ. അത്തരത്തിൽ 3 പ്രധാനപ്പെട്ട സന്ധിയാണ് നമ്മുടെ ശരീരത്തിലുള്ളത്. ഒന്ന് ഗോളര സന്ധി, മറ്റൊന്ന് വിജാഗിരി സന്ധി, പിന്നൊന്ന് കീലസന്ധി. അപ്പൊ ഇവർ മൂന്നിനെ കുറിച്ച് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തേത് ഗോളര സന്ധി. ഗോളര സന്ധി അഥവാ ബോൾ ആൻഡ് സോക്കറ്റ് ജോയിന്റ്. ഈ സന്ധി കാണപ്പെടുന്ന നമ്മുടെ തോളലിലും അരക്കെട്ടിലുമാണ്. ഒരുപാട് ചലനങ്ങളെ സാധ്യമാക്കുന്നു എന്നതാണ് ഈ ഒരു സന്ധിയുടെ പ്രത്യേകത. അതുപോലെ തന്നെ ഒരസ്ഥിയുടെ അറ്റത്തെ ഉരുണ്ട ഭാഗം മറ്റൊരസ്ഥിയുടെ കുഴിവിലേക്ക് കയറിയിരുന്നാണ് ഈ ഒരു സന്ധി ഫോം ചെയ്യുന്നത്. അടുത്തതാണ് വിജാഗിരി സന്ധി അഥവാ ഹിഞ്ച് ജോയിന്റ്. ഇത് നമ്മുടെ കാൽമുട്ടിലും കൈമുട്ടിലുമാണ് ഈ സന്ധി കാണപ്പെടുന്നത്. വിജാഗിരി പോലെ ഒരു വശത്തേക്ക് മാത്രം ചലനം സാധ്യമാക്കുന്നു എന്നതാണ് ഈ ഒരു സന്ധിയുടെ പ്രത്യേകത. ഇനി അടുത്തതാണ് കീലസന്ധി അഥവാ പൈവോട്ട് ജോയിന്റ്. ഇത് നമ്മുടെ കഴുത്തിലാണ് കാണപ്പെടുന്നത്. നമ്മുടെ തലയോടിന്റെ അകത്തായിട്ടുള്ള ഒരു കുരുവിലേക്ക് നമ്മുടെ നട്ടലിന്റെ ആദ്യത്തെ കശേരുക്കൾ കയറിയിരുന്നാണ് ഈ ഒരു സന്ധി ഫോം ചെയ്യുന്നത്. ഇത് കഴുത്തിനെ ഇരുവശങ്ങളിലേക്ക് തിരിക്കുന്നതിനും ചുറ്റും കറക്കുന്നതിനുമൊക്കെ നമ്മളെ സഹായിക്കുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത പലതരത്തിലുള്ള സന്ധികളെ കുറിച്ചാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.